തീർച്ചയായും അഭിരാമിയെ ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ അപകടത്തിൽപ്പെട്ട അർജുനായുള്ള തെരച്ചിൽ അതിനിർണായക മണിക്കൂറുകളിലേക്ക് ഇന്ന് അർജുനെ കണ്ടെത്താൻ കഴിയുമെന്നാണ് ദൗത്യ സംഘവും ഒപ്പം തന്നെ ജനപ്രതിനിധികളും അറിയിക്കുന്നത്. കോഴിക്കോട് MP MK രാഘവൻ അതിൻ്റെ ഒരു പ്രത്യാശ അല്പസമയം മുമ്പ് പ്രകടിപ്പിച്ചിരുന്നു. ഏതായാലും നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധരടക്കമുള്ള സംഘം നദിയിൽ ഇറങ്ങിയുള്ള പരിശോധന നടത്തും. ലോറി ട്രക്ക് കണ്ടെത്തിയതിനു ശേഷം അർജുനെ പുറത്തെടുക്കുന്നതിന് ആദ്യ പരിഗണന നൽകും. വിവരങ്ങൾ നൽകിയത് ഞങ്ങളുടെ പ്രതിനിധി അഭിരാമിയാണ്. മറ്റു വാർത്തകളിലേക്ക്. കാലവർഷത്തെ തുടർന്ന് കോഴിക്കോട് ജില്ലയിൽ വൈദ്യുതി വിതരണ സംവിധാനത്തിന് വൻ നാശനഷ്ടം. KSEB കോഴിക്കോട് വടകര സർക്കിളുകളിലായി ജൂൺ 1 മുതൽ ജൂലൈ 22 വരെ 7 കോടി രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായത്. 2 ലക്ഷത്തോളം ഗാർഹിക വാണിജ്യ ഉപഭോക്താക്കളെ ഇത് ബാധിച്ചു. 2375 ലോ ടെൻഷൻ പോസ്റ്റുകൾ, 295 11 kV വൈദ്യുതി പോസ്റ്റുകൾ എന്നിവ വടകര കോഴിക്കോട് സർക്കിളുകളിലായി കാലവർഷത്തെ തുടർന്ന് തകർന്നു. 194 11 kV കണ്ടക്ടറുകൾ നശിച്ചു. 5686 ലോ ടെൻഷൻ ലൈനുകൾ, 437 ട്രാൻസ്ഫോമറുകൾ എന്നിവയ്ക്കും നാശമുണ്ടായി. വൈദ്യുതി പുനഃസ്ഥാപന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുവാൻ ഇലക്ട്രിക്കൽ സർക്കിൾ തലത്തിൽ 24 മണിക്കൂർ കൺട്രോൾ റൂമുകൾ ആരംഭിച്ചു. അതത് സർക്കിൾ പരിധിയിലെ ഉപഭോക്താക്കൾക്ക് കൺട്രോൾ റൂം നമ്പറിൽ പരാതി അറിയിക്കാം. ജീവനക്കാർ കുറവുള്ളിടത്ത് മറ്റു മേഖലകളിൽ നിന്ന് പുനർവിന്യസിക്കാനും ആവശ്യമെങ്കിൽ വിരമിച്ച ഉദ്യോഗസ്ഥരെ പ്രത്യേകം നിയോഗിക്കുവാനും നടപടി സ്വീകരിച്ചു. വേണ്ടയിടങ്ങളിൽ ആവശ്യമായ ഉപകരണങ്ങളും നിർമ്മാണ സാമഗ്രികളും സമയബന്ധിതമായി എത്തിക്കും. വൈദ്യുതി സംബന്ധമായ അപകടമോ സാധ്യതയോ ശ്രദ്ധയിൽപ്പെട്ടാൽ അതത് സെക്ഷൻ ഓഫീസുകളിലോ 94 96 010 101 എന്ന എമർജൻസി നമ്പറിലോ അറിയിക്കണമെന്നും KSEB അധികൃതർ വ്യക്തമാക്കി. പരാതികൾ അറിയിക്കുവാൻ 1912 എന്ന നമ്പറും ഉപയോഗിക്കാം. വൈദ്യുതി ശൃംഖലക്ക് കാലവർഷക്കെടുതിയിൽ വ്യാപക തകരാർ സംഭവിച്ചെങ്കിലും ജീവനക്കാരുടെ കൃത്യമായ ഇടപെടൽ കാരണം പലയിടത്തും പൊതുജനത്തിന് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് ഇടപെടൽ നടത്തിപ്പോരുന്നത്. ന്യൂസ് ഡെസ്ക് കോഴിക്കോട് വിഷൻ. വടകര കോഴിക്കോട് ഇലക്ട്രിക്കൽ സെക്ഷനുകളിലായി KSEBക്ക് ഈ കാലവർഷത്തിൽ 7 കോടി രൂപയുടെ നഷ്ടമാണ് ഇതുവരെ സംഭവിച്ചത്. ജീവനക്കാരുടെ ആത്മാർത്ഥമായ ഇടപെടൽ ഒന്നുകൊണ്ട് മാത്രമാണ് നഷ്ടക്കണക്കിനും അപ്പുറം വൈദ്യുതി വിതരണം മുടങ്ങാതെ പുനഃസ്ഥാപിക്കുവാൻ സാധിക്കുന്നത്. വിഷയത്തിൽ പ്രതികരിക്കുവാൻ KSEB വടകര നോർത്ത് സെക്ഷനിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറും KSEB ഓഫീസേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയുമായ ദ്വിപിൻ ദാസ് ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ ദ്വിപിൻ ദാസ്, നഷ്ടക്കണക്കുകൾക്കും അപ്പുറം പൊതുജനത്തിന് വൈദ്യുതി മുടങ്ങാതെ നൽകുവാൻ അഹോരാത്രം പണിപ്പെടുന്ന ഒരു കൂട്ടമായി തന്നെയാണ് KSEB ജീവനക്കാർ, ഓഫീസർമാർ എല്ലാം അറിയപ്പെടുന്നത്. വെളിച്ചത്തിൻ്റെ കാവൽക്കാരായ മഞ്ഞ ഉറുമ്പിൻ കൂട്ടം എന്നൊരു ഇരട്ടപ്പേര് കൂടി മഴ കനത്തു പെയ്യുന്ന ഈ സാഹചര്യത്തിൽ അങ്ങുൾപ്പെടുന്ന KSEBയുടെ പടയാളികൾക്ക് നൽകുവാൻ തോന്നുന്നു. പറഞ്ഞോളൂ നഷ്ടക്കണക്കുകൾ, ഒപ്പം അത് മെയിൻറ്റെയിൻ ചെയ്യാൻ KSEB കോഴിക്കോട് ജില്ലയിൽ എടുത്ത നടപടികൾ, നിലപാടുകൾ പറഞ്ഞോളൂ. തീർച്ചയായും രാജേഷിൻ്റെ ഈ ചോദ്യങ്ങൾക്ക് വളരെയധികം നന്ദി. KSEBയുടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കാലവർഷം വലിയ ഡാമേജ് KSEBക്ക് ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഈ അടുത്ത കാലങ്ങളായി കാലവർഷത്തിൻ്റെ ശക്തമായ മഴയും കാറ്റും നമ്മളെ പ്രതിഷ്ഠാപനങ്ങളിൽ വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ വർഷവും നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാ ജില്ലകളിലും ഉണ്ട്. നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ മാത്രം ഇന്നലെ വരെ 7 കോടിയോളം രൂപയുടെ നഷ്ടം നമ്മുടെ പ്രതിഷ്ഠാപനങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്. ഈ നഷ്ടം സംഭവിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ പ്രതിഷ്ഠാപനങ്ങളിൽ ഉണ്ടാകുന്ന ഡാമേജ് വലുതാണ് നമുക്ക് സപ്ലൈ പുനഃസ്ഥാപിക്കുന്നതിൽ. അതിൽ ഇപ്പോഴത്തെ കണക്ക് പ്രകാരം നമുക്ക് ജില്ലയിൽ 2400-ന്റെ അടുത്തോളം LT പോസ്റ്റുകളും 300-ന്റെ അടുത്തോളം ഹൈടെൻഷൻ പോസ്റ്റുകളും വിവിധ ഭാഗങ്ങളിൽ മരം വീണ് നമ്മുടെ HT ലൈനുകളും ഹൈടെൻഷൻ ലൈനുകളും ആയിരക്കണക്കിന് LT ലൈനുകളും പൊട്ടിയ സാഹചര്യങ്ങളാണ് കടന്നുപോയിട്ടുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്ന സൈറ്റിൽ പോലും തൊട്ട് മുമ്പൊരു വലിയ കാറ്റടിച്ച് എല്ലാ ഭാഗങ്ങളും ഓഫ് ചെയ്ത് നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. തീർച്ചയായിട്ടും രാജേഷ് പറഞ്ഞ പോലെ തന്നെ ജീവനക്കാരുടെ കുറവ് ഈ സമയത്ത് വൈദ്യുതി ബോർഡിൽ ഉണ്ടെങ്കിൽ പോലും അത് ഓവർകം ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള പുനർക്രമീകരണങ്ങൾ നടത്തിക്കൊണ്ട് ആണ് ബോർഡ് പ്രവർത്തിക്കുന്നത്. രാവും പകലും ഈ മേഖലയിൽ നമ്മളെ ജീവനക്കാർ സപ്ലൈ പുനഃസ്ഥാപിക്കുന്നുള്ള പ്രവൃത്തികൾ ചെയ്തു വരുന്നു. നിങ്ങൾക്ക് കാണാം, ഈ വലിയ മഴയിലും നമ്മുടെ ആളുകൾ സുരക്ഷമായി മാറിയിരിക്കുന്ന സമയത്ത് നമ്മുടെ ജീവനക്കാർ പോസ്റ്റിൻ്റെ മുകളിൽ ഈ മഴയും കാറ്റും ഏറ്റുകൊണ്ട് തന്നെ സപ്ലൈ ദ്രുതഗതിയിൽ പുനഃസ്ഥാപിക്കുന്ന ജോലികൾ ചെയ്യുന്ന കാഴ്ചകൾ നിങ്ങൾക്ക് പലയിടത്തും കാണാം. തീർച്ചയായിട്ടും വൈദ്യുതി ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഓരോ വീട്ടിലും വൈദ്യുതി എത്തിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. പൂർണ്ണമായിട്ടും നിങ്ങളുടെയും പൊതുജനങ്ങളുടെയും സഹകരണം ഈ വിഷയത്തിൽ ആവശ്യമാണ് എന്നും കൂടെ കൂട്ടിച്ചേർക്കുന്നു രാജേഷ്.
തീർച്ചയായും വളരെ വ്യക്തമാണ് ശ്രീ ദിബിൻ ദാസ്. കാലവർഷക്കെടുതിയിൽ 7 കോടിയോളം രൂപയുടെ നഷ്ടം KSEBക്ക് സംഭവിച്ചു. പക്ഷേ വൈദ്യുതി മുടങ്ങാതിരിക്കാൻ കൃത്യമായി ഇടപെടൽ നടത്തുന്നു. ജീവനക്കാരെ വിന്യസിക്കുന്ന രീതിയിലടക്കം ആത്മാർത്ഥമായ നടപടികൾ സ്വീകരിക്കുന്നു. വിരമിച്ച ജീവനക്കാരെ പോലും തിരികെ വിളിച്ച കാലവർഷത്തെ നേരിടുവാൻ തയ്യാറെടുത്തിരിക്കുന്നു. വെളിച്ചത്തിൻ്റെ കാവൽക്കാരായ മഞ്ഞ ഉറുമ്പിൻ കൂട്ടങ്ങൾ എന്ന് ഞാൻ ആദ്യം വിളിച്ച പേര് ഒരിക്കൽ കൂടി സ്നേഹത്തോടെ ആവർത്തിക്കുന്നു. കാലവർഷം കനത്ത ഈ അവസരത്തിൽ KSEB നഷ്ടവും ഒപ്പം ജീവനക്കാരുടെ ഇടപെടലും വിശദീകരിച്ചത് KSEB വടകര നോർത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറും KSEB ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി കൂടിയായ D. ദിബിൻ ദാസ് ആണ്. ഒരിക്കൽ കൂടി അദ്ദേഹത്തിനോട് നന്ദി അറിയിക്കുന്നു. മറ്റു വാർത്തകളിലേക്ക്.